ഹലോ അസ്സലാമലൈക്കും ഗൈസ്. ഇന്ന് നമ്മുടെ ബാലസഭയ്ക്ക് പോകണമായിട്ട് നമ്മൾ 2 ദിവസത്തെ ക്യാമ്പയിനാണ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാൽ നടത്തുന്നത്. ഇത് നമ്മുടെ റസീത്താണ്, പ്രിയപ്പെട്ട ചെയർപേഴ്സണാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഹാളിൽ പോകുന്നത്. കുറച്ച് പരിപാടി അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ട് ലക്ഷ്മി ചേച്ചിക്ക്. അപ്പം നമ്മൾ ലക്ഷ്മി ചേച്ചി നമ്മുടെ ബാലസഭയുടെ ആർപ്പിയാണ് കേട്ടോ. ലച്ചു എന്നാൽ ഞാൻ വിളിക്കണേ. പായലും കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് പറയണ്ടായിരുന്നു. ബക്കറ്റിൽ മഞ്ഞവെള്ളമൊക്കെ കലക്കി അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് സുലോന ചേച്ചീനെ പോസ്റ്റാക്കി അത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞവെള്ളമൊക്കെ കൊട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി പുറകെ കൂടി 2 ആർപ്പിമാരാണ് ഇവർ. ഈ പായലൊക്കെ കട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മിക്സിയിൽ അല്ല കുക്കറിൽ വേവിച്ചിട്ട് മിക്സിയിൽ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ പേപ്പർ എന്തൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ റസീത്ത മൈക്കെടുത്തു സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പരിപാടിയിലോട്ട് കടന്നു. അങ്ങനെ ഓരോരുത്തർ ചെറിയ രീതിയിൽ ക്ലാസ്സൊക്കെ എടുത്തു. കുട്ടികളിങ്ങനെ ശ്വാസം വിട്ടിരിക്കുന്ന കാരണം അധികമൊന്നും നീട്ടി നിർത്തിയില്ല. പിള്ളേർക്ക് വൈബാവാൻ വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലോട്ടൊക്കെ പിള്ളേരെ ഏർപ്പെടുത്തി. ഗ്രൂപ്പ് 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അവരുടെ മനസ്സിലുള്ള ചിന്തകളെയും ഒക്കെ ഉണർത്തി ലക്ഷ്മി ചേച്ചി നല്ലോണം കോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ സുനിത കേട്ടോ. നമ്മുടെ വാർഡിൽ ബാലസഭ കൊണ്ടുപോകണത് ഇവളാണ് കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ ഇത് നമ്മുടെ ധന്യാണ്, അക്കൗണ്ടൻ്റാണ് പ്രിയപ്പെട്ട. ഇത് നമ്മൾ സുലുവാണ്. അവൾ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോട്ടോ എടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഫുഡിൻ്റെ പരിപാടിയായപ്പോൾ രശ്മി സുഹൃതയും കൂടി കയറി പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിള്ളേർ നല്ലോണം എൻജോയ്മെൻറ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സൺ സോന ചേച്ചിയാണ്. അങ്ങനെ 2ാമത്തെ ദിവസമൊക്കെ ഞാൻ അതിനകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും കലാപരിപാടികളും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പ് പോവുകയാണ്. ഈ കലാപരിപാടി ആക്ടിവിറ്റി തുടങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ റസീത്ത നിൽക്കുന്നുണ്ട്, വൈസ് ചെയർപേഴ്സൺ സോനു ചേച്ചി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ കുട്ടികളായോ എന്ന് എനിക്ക് അത്ഭുതം. കാരണം ഇവർ ഓഫീസിലെ പുലികളാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണാണ്. ഇവരൊക്കെ ഇങ്ങനെ കുട്ടികളാവാൻ പറ്റുമോ എന്ന് തന്നെ ഞാൻ ആലോചിച്ച് നോക്കി. കുട്ടികളോടൊപ്പം അവർ ഡാൻസും പാട്ടും പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പിള്ളേരായിട്ട് കളിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ നമ്മുടെ പഴയ ബാല്യത്തിലൂടെ നമ്മൾ പോയൊരവസ്ഥയാണ്. കണ്ടില്ലേ റസീത്ത ഒരു പച്ചയിലേക്ക് വെച്ചിട്ട് നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു പ്രത്യേക വൈബാണ്. നല്ല രസമുണ്ടായിരുന്നു. മറക്കാനാവാത്ത ദിവസങ്ങളായിരുന്നു. നമ്മളും കുട്ടികളായ പോലെ. അങ്ങനെ പരിപാടികളൊക്കെ ഉഷാറാവുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡാൻസായിരുന്നു കേട്ടോ. നമ്മുടെ ധന്യയുടെ മോളാണിത്, അക്കൗണ്ടൻറ്റ്. അവൾ നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഷോർട്ടാക്കി കുറച്ച് വീഡിയോ ആക്കിയെന്നുള്ളൂ. നല്ല അടിപൊളി നല്ല മോളായിരുന്നു. ഇവളും ആക്ടിവിറ്റീസിലൊക്കെ കയറി പിള്ളേരെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. നല്ല കുട്ടിയാണ്. അപ്പോൾ പിന്നെ 2 കുട്ടികൾ പിന്നെ വേറെ കുറേ കുട്ടികൾ പാടി കേട്ടോ. എല്ലാവരും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ DJ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ പരിപാടി തീരാനായിട്ടുണ്ട്. DJ വെച്ചപ്പോൾ പിന്നെ ഒരു വശത്ത് ആമ്പിള്ളേർ തകർക്കണ്ടേ. ഇവന്മാരെന്താ ചെയ്യണേന്ന് ഇവന്മാർക്ക് എന്താ അറിയില്ല. നല്ല രസം ഇരുന്നിട്ട് എന്നാലും ഡാൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഗേൾസ് നമ്മുടെ എല്ലാവരും കൂടിയിട്ട് പൊളിച്ചെടുക്കണേണ്. സ്റ്റെപ്പൊക്കെ അവർ ആലോചിക്കണേണ്. ധന്യൻ്റെ മോളാണ് സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കണേന്ന് തോന്നുന്നു. നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ട്. എനിക്കും കളിക്കാനൊക്കെ തോന്നി. ലക്ഷ്മി ചേച്ചി ഇങ്ങനെ പയ്യെ തുള്ളിപ്പിണ്ടിട്ട് പയ്യെ പുറകേൽ ഞാൻ 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് ആരും കണ്ടില്ല എന്നുള്ളൂ. അങ്ങനെ പൊളി വൈബായിട്ട് DJ അങ്ങോട്ട് ഒച്ചത്തിൽ പാട്ട് വെച്ചേക്കണേ കേട്ടോ. അതിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് പിള്ളേർ തുള്ളുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പഴയ ബാല്യം നമുക്ക് തിരിച്ചു കിട്ടിയ പോലെയാണ് 2 ദിവസത്തേക്ക്. അപ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഈ ക്യാമ്പ് തന്നു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. സ്നേഹപൂർവ്വം ലുബിമോൾ. അസ്സലാമു അലൈക്കും. താങ്ക് യു.